പൂജപ്പുരയിൽ വാടക വീട്ടിലാണ് വിവേകും കുടുംബവും താമസിക്കുന്നത്. 3 മക്കളുണ്ട്. ഭിന്നശേഷിക്കാരനായ വിവേക് സെക്യൂരിറ്റി പണി ചെയ്താണ് കുടുംബം നോക്കുന്നത്. ഇതിനിടയിൽ മൂത്ത മകൾക്ക് ക്യാൻസർ ബാധിച്ചു. ചികിത്സയ്ക്കും മറ്റുമായി വലിയ തുക വേണ്ടി വന്നു. തുടർ ചികിത്സയ്ക്ക് വേണ്ടി പണം അന്വേഷിക്കുമ്പോഴാണ് ഫേസ്ബുക്ക് പരസ്യത്തിലൂടെ ഈ വെബ്സൈറ്റ് കണ്ണിൽപ്പെടുന്നത്. ക്ലിക്ക് ചെയ്തു. ആവശ്യപ്പെട്ട രേഖകൾ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 12,000 രൂപ ഇതിന് അടയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പൈസ ഇല്ല, ഞാൻ കൂലിപ്പണിക്കാണ് പോണത്, ഭിന്നശേഷിക്കാരാണ്, വേറെ ആരും സഹായിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നെ പറ്റിക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, പറ്റിപ്പം തട്ടിപ്പം, എൻ്റെ വൈഫൈയുടെ കൊല്ലമാണ്, അതുകൊണ്ട് പറ്റിക്കത്തില്ല, എനിക്ക് മക്കളൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ 12,000 അയച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് ദിവസം അന്ന് 12,000 അയച്ചു കൊടുത്ത് അന്ന് വൈകിട്ട് വിളിച്ച് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ തെറ്റിച്ചെന്നും പറഞ്ഞ് അവരുടെ വേറെ ക്യാഷ് നമ്മളെ EMI അടയ്ക്കുന്ന അക്കൗണ്ടുകളിൽ പൈസ പോയത് അത് ബാങ്കിൽ ബാധിക്കും, ബാങ്കിൽ ബാധിക്കണമുണ്ട്. നിങ്ങൾ പൈസ ഇട്ട് തന്നില്ലെങ്കിൽ നിങ്ങളെ പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നൈയിൽ വന്ന്, ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോലീസിന് കേസ് എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അങ്ങനെ ഞാൻ പൈസ ഇട്ട് കൊടുത്തത് മൊത്തം 52,000 രൂപ ഇട്ട് കൊടുത്ത്. കൊല്ലം സ്വദേശി എന്നാണ് തട്ടിപ്പുകാരിൽ ഒരാൾ വിവേകിനോട് പറഞ്ഞത്. സംസാരിച്ചത് മലയാളത്തിൽ. തട്ടിപ്പിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം.